ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? തീർച്ചയായിട്ടും അടുത്ത 5 വർഷം ഈ പത്തനംതിട്ടയെ നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന് മലയാളികൾക്ക് തന്നെ അഭിമാനമാവുന്നൊരു മണ്ഡലമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസവുമുണ്ട്. അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? താങ്കൾക്കെതിരായിട്ടൊരു അഴിമതി ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. താങ്കൾ ആ ഇടപാടിൽ പങ്കാളിയായിരുന്നു. ഞാനിപ്പോ വളരെ ഡീസന്റ് നല്ല ആളാണ്. 2, താങ്കൾ പറയുന്നു താങ്കൾക്കെതിരെ പിന്നെ കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് അടക്കം ഗൂഢാലോചന നടത്തിയെന്ന്. ആ ദേശീയ നേതാവ് ആരാണ്? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഒരു അജണ്ടയുമായിട്ട് എന്നെ നിങ്ങളുടെ ഒരു ഷോയിൽ വിളിച്ചു വരുത്തി. ഇന്നും നിങ്ങൾ അപ്രസക്തമായ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഇവൻ ശരിക്കും പാമ്പാടാ, അവന്റെ കണ്ടില്ലേ? ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അനിൽ ആന്റണിയെ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വളരെ നല്ല രീതിയിൽ ഇവിടെ വിജയിക്കാനും പോവുകയാണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അനിൽ ആന്റണി എന്ന ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ, ഇപ്പോൾ ടെക്നോളജി ഫീൽഡിലായാലും ഫോറിൻ പോളിസി ഫീൽഡിലായാലും എല്ലാം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ. 7-8 രാജ്യങ്ങൾ എന്നെ പല രീതിയിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ. കേട്ടിട്ടില്ലേ, ഈ ഭാഗത്ത് വലിയ പുളിയാ. പുള്ളിയല്ല പുള്ളി. യാതൊരു വിധത്തിലുള്ള അടിച്ചു പഴുത്തിരിക്കുക വിട്ടേര്. ഇപ്പം അനിൽ ആന്റണി കാനഡയുടെ മകനല്ലായിരുന്നെങ്കിൽ ഇപ്പൊ സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ എൻ്റെ അനിൽ ആന്റണിയുടെ 1000-1 ക്വാളിഫിക്കേഷൻ പോലും അവർക്കില്ല. പക്ഷെ മര്യാദക്ക് 1-2 ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ എനിക്ക് ചോദിക്കുക, എനിക്കതിന് സമയമില്ല. നിങ്ങളുടെ നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മേഴുകത്തേ ഉള്ളൂ. എനിക്ക് സമയമില്ല. 55 നിങ്ങളുടെ അജണ്ടയുമായിട്ട് എവിടുന്ന് കിട്ടി സാർ ഇവനെ? താങ്കൾക്ക് എതിരായിട്ട് വന്ന ഒരു ആരോപണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ വേദി ഉപയോഗിച്ച് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എനിക്ക് തന്നെ സമയമില്ല, ഇയാളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് സമയം. ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി. ഈ മണ്ഡലത്തിൽ